വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിശ്വ ടീച്ചിങ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോക്കിയേ, ആദ്യം തന്നെ എന്താണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് നോക്കാം. നോക്കിക്കേ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി റെഫേഴ്സ് ടു ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ദ ഫേം മസ്റ്റ് ഏൺ ഓൺ ദ ഇൻവെസ്റ്റ്മെന്റ് വിച്ച് ഇസ് ഫിനാൻസ്ഡ് ബൈ ദ ഇക്വിറ്റി ക്യാപിറ്റൽ സോ ദാറ്റ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർസ് ഡസൻ ഫാൾ. എന്താ ഇവിടെ പറയുന്നത് നോക്കിക്കേ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ് അല്ലേ. അതായത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു റിട്ടേൺ, തീർച്ചയായിട്ടും ഒരു റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യും അല്ലേ. അതേപോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ എന്ത് ചെയ്യും? ഒരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അത് ആ ഒരു ഫേമിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? കിട്ടണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷെ ഇപ്പം നമുക്ക് ആ ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ പോലും കിട്ടിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഷെയർസ് എന്ത് ചെയ്യും? സെല്ല് ചെയ്യും. സെല്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യും? കുറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നോക്കിക്കേ, സോ ദാറ്റ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർസ് ഡസൻ ഫാൾ. അപ്പോൾ ആ ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മാർക്കറ്റ് പ്രൈസ് കുറയാതെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അപ്പോൾ ആ ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ത് ചെയ്യണം? ഫേമിന് തീർച്ചയായിട്ടും കിട്ടണം എന്നുള്ളതാണ്. സോ ദാറ്റ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ഡസൻ ഫാൾ. ഇനി നോക്കിക്കേ, അപ്പോൾ നമ്മൾ എന്താണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റി എന്താണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 5 മെത്തേഡ്സ് ആണുള്ളത്. ഏതൊക്കെ മെത്തേഡ്സ് ആണ് നോക്കിക്കേ? ഡിവിഡൻഡ് പ്രൈസ് മെത്തേഡ്, ഡിവിഡൻഡ് പ്രൈസ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്, ഏർണിംഗ് പ്രൈസ് മെത്തേഡ്, റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. അപ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് ആണുള്ളത്? ഡിവിഡൻഡ് പ്രൈസ് മെത്തേഡ്, ഡിവിഡൻഡ് പ്രൈസ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്, ഏർണിംഗ് പ്രൈസ് മെത്തേഡ്, റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ നിങ്ങളും പഠിച്ചു വാ. നോക്കിക്കേ, അതിൽ ആദ്യത്തെ മെത്തേഡാണ് ഡിവിഡൻഡ് പ്രൈസ് മെത്തേഡ് ഓർ DP അപ്രോച്ച്. നോക്കിക്കേ, അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ദ മാർക്കറ്റ് പ്രൈസ് ഓർ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ആൻ ഇക്വിറ്റി ഷെയർസ് ഇസ് ദ ക്യാപിറ്റലൈസ്ഡ് ഓർ ഡിസ്കൗണ്ടഡ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഡിവിഡൻഡ്. അതായത് ഇക്വിറ്റി ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഡിവിഡൻഡിൻ്റെ ക്യാപിറ്റലൈസ്ഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് വാല്യൂ ആയിരിക്കും എന്നുള്ളതാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു ഇക്വിറ്റി ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസ് അഥവാ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്യൂച്ചർ ഡിവിഡൻഡിൻ്റെ ക്യാപിറ്റലൈസ്ഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് വാല്യൂ ആയിരിക്കും എന്നുള്ളതാണ്. അവിടെ പറയുന്നുണ്ടോ D1 ഡിവൈഡ് ബൈ KE എന്ന്. D1 എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ഡിവിഡൻഡ് ആണ്. ഫ്യൂച്ചർ ഡിവിഡൻഡ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. അതായത് KE എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. അപ്പം നമുക്ക് കാണേണ്ട എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം. സോ നോക്കിക്കേ, ആദ്യം തന്നെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് കാണാനുള്ള ഇക്വേഷൻ നോക്കാം. നമ്മളത് ഓൾറെഡി പറഞ്ഞാണ്. നോക്കിക്കേ, ഡിവിഡൻഡ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. D1 എന്ന് വെച്ചാൽ എന്താണ്? ഡിവിഡൻഡ് ആണ് അല്ലേ. നോക്കിയാൽ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പെർ ഷെയർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. വർഷാവസാനമുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡിവിഡൻഡ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡിവിഡൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? D1 എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിവിഡൻഡ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. KE എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് നമ്മൾ എന്തിനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനാണ് അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിവിഡൻഡ്. D1 നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഡിവിഡൻഡ് ആണ്. അപ്പോൾ ഡിവിഡൻഡ് ഡിവൈഡ് ബൈ MP ഓർ NP. MP എന്ന് പറഞ്ഞാൽ എന്താണ്? MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. തുടക്കത്തിലുള്ള കറന്റ് മാർക്കറ്റ് പ്രൈസ് അല്ലേ. അതായത് നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? NP എന്ന് പറയുന്നത്. ഇനി NP എന്താണ്? NP എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സ് ആണ്. അപ്പം നോക്കിക്കേ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിവിഡൻഡ് ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓർ നെറ്റ് പ്രൊസീഡ്സ്. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും, മാർക്കറ്റ് പ്രൈസ് ആണോ എടുക്കേണ്ടത്, നെറ്റ് പ്രൊസീഡ്സ് ആണോ എടുക്കേണ്ടതെന്ന് അല്ലേ. അപ്പം നോക്കിക്കേ, MP ഈസ് യൂസ്ഡ് ഫോർ എക്സിസ്റ്റിംഗ് ഷെയർസ്. നിലവിലുള്ള ഷെയർസിനാണ് നമ്മൾ എന്തെടുക്കുന്നത്? MP എടുക്കുന്നത്. അതായത് മാർക്കറ്റ് പ്രൈസ് നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത്? നിലവിലുള്ള ഷെയർസിനായി, എക്സിസ്റ്റിംഗ് ഷെയർസിനാണ്. ഇനി നെറ്റ് പ്രൊസീഡ്സ് അഥവാ NP എപ്പോഴാണ് എടുക്കുന്നത്? NP ഈസ് യൂസ്ഡ് ഫോർ ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർസ്. പുതിയതായിട്ട് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന കേസിലാണ് നെറ്റ് പ്രൊസീഡ്സ് എടുക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിവിഡൻഡ് ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓർ നെറ്റ് പ്രൊസീഡ്സ്. ഇപ്പം തന്നെ പഠിച്ചോ. നോക്കിയേ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ.
G Limited issued 10,000 equity shares of rupees 10 each at a premium of rupees 2 each. എന്താ ഇവിടെ പറഞ്ഞത്? ജി ലിമിറ്റഡ് 10,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ടാണ്. ആൻഡ് ദർ ഇസ് പ്രീമിയം ഓൾസോ 2 രൂപ വെച്ച് പ്രീമിയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. The company has incurred issue expense of rupees 5,000. 5,000 രൂപ ഇവർക്ക് ഇഷ്യൂ എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത് ഇഷ്യൂ ചെയ്യാനായിട്ട് ഒക്കെ അവർക്ക് ഒരു 5,000 രൂപയുടെ ചിലവ് ഉണ്ടായിട്ടുണ്ട്. The equity shareholders expect a dividend of 18% per annum. ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് 18% പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, നമ്മളോട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നോക്കിയേ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നോക്കണം ഇത് എക്സിസ്റ്റിംഗ് ഷെയർസ് ആണോ അതോ ന്യൂ ഷെയർസ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജി ലിമിറ്റഡ് ഇഷ്യൂഡ് 10,000 എന്നാണ്. അപ്പോൾ അവർ പുതുതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്തതാണ് അല്ലേ. അപ്പോൾ പുതുതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഏത് മെത്തേഡാണ് നമ്മൾ എടുക്കേണ്ടത്? ഏത് നെറ്റ് പ്രൊസീഡ്സ് ആണോ അതോ മാർക്കറ്റ് പ്രൈസ് ആണോ എടുക്കേണ്ടത്? നെറ്റ് പ്രൊസീഡ്സ് ആണ് അല്ലേ. മാർക്കറ്റ് പ്രൈസ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് എക്സിസ്റ്റിംഗ് ഷെയർസിൻ്റെ കേസിലാണ് മാർക്കറ്റ് പ്രൈസ് എടുക്കുന്നത്. പുതിയ ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ എടുക്കേണ്ടത് ഏതാണ്? നെറ്റ് പ്രൊസീഡ്സ് ആണ്. ഇന്ന് നോക്കിയാൽ ബാക്കി പറഞ്ഞത് എന്താണ്? വിൽ യുവർ ആൻസർ ബി ഡിഫറെൻറ്റ് ഇഫ് ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ഈസ് 21. അപ്പോൾ നമ്മുടെ ആ ഒരു ആൻസർ നമ്മളിപ്പോൾ മാർക്കറ്റ് പ്രൈസ് 21 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ചേഞ്ച് ആകുമോ? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മാർക്കറ്റ് പ്രൈസിലും കാണണം, അതേപോലെ തന്നെ നെറ്റ് പ്രൊസീഡ്സിലും കാണണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നോക്കിയേ, നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഓർ മാർക്കറ്റ് പ്രൈസ് ആണ് അല്ലേ. ഡിവിഡൻഡ് ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓർ നെറ്റ് പ്രൊസീഡ്സ്. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്കറിയാം അവർ പുതുതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണ് അല്ലേ. പുതുതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ആണോ നെറ്റ് പ്രൊസീഡ്സ് ആണോ എടുക്കേണ്ടത്? നെറ്റ് പ്രൊസീഡ്സ് ആണ് അല്ലേ. നെറ്റ് പ്രൊസീഡ്സ് ഈസ് യൂസ്ഡ് ഫോർ ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഡിവിഡൻഡ് ഡിവൈഡ് ബൈ എന്താണ് നമുക്ക് വേണ്ടത്? നെറ്റ് പ്രൊസീഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഡിവിഡൻറ്റ് ആണ് അല്ലേ. ഡിവിഡൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിക്കാൻ നമുക്കറിയാം എത്ര രൂപ വെച്ചിട്ടാണ് ഇവർ ഷെയറിന് ഇഷ്യൂ ചെയ്യുന്നത്? 10 രൂപ വെച്ചിട്ടാണ്. 18% ഡിവിഡൻറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 × 18 ഡിവൈഡ് ബൈ 100 ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് അടുത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നോക്കിയേ, 10 × 18/100. 10 × 18/100 എന്ന് പറയുമ്പോൾ നോക്കിയേ, 10 × 18/100 അല്ലേ. 0 വെട്ടിപ്പോയി, പിന്നെ 1.8 വരും അല്ലേ. അപ്പോൾ നോക്കിക്കേ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 1.8 പെർ ഷെയർ. ഒരു ഷെയറിന് 1.8 വെച്ചിട്ടാണ് അവർക്ക് ഡിവിഡൻറ്റ് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ഇക്വേഷനിൽ അപ്പോൾ നമ്മൾ ഡിവിഡൻറ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നെറ്റ് പ്രൊസീഡ്സ് നമുക്ക് വേണം അല്ലേ. നെറ്റ് പ്രൊസീഡ്സ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഡിവിഡൻറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. നമ്മൾ ഡിവിഡൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്കറിയാമോ? ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നോക്കിയാൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 10 രൂപ വെച്ചിട്ടാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നതെന്ന്. ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ടാണ്. ആൻഡ് അറ്റ് എ പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മളോട് പ്രീമിയത്തിലാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇഷ്യൂ പ്രൈസിനോട് കൂടി ആഡ് ചെയ്യണം. 10 + 2 12. അപ്പോൾ നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ്? 12 ആണ്. ഇനി അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുകയാണെങ്കിലോ 10 - 2. അതായത് നമ്മൾ ആ ഇഷ്യൂ പ്രൈസിൽ നിന്ന് എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് ഉള്ള ആ ഒരു പ്രൈസ് കുറയ്ക്കും. പ്രീമിയം ആണെങ്കിൽ കൂട്ടും, ഡിസ്കൗണ്ട് ആണെങ്കിൽ കുറയ്ക്കും. ഓർത്ത് വെച്ചേക്കുക, അറ്റ് പ്രീമിയം എന്ന് കണ്ടാൽ എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്ത ആ പ്രൈസിനോട് കൂടി നമ്മൾ ആഡ് ചെയ്യണം. അറ്റ് ഡിസ്കൗണ്ട് എന്ന് കണ്ടാൽ കുറയ്ക്കണം. ഇനി നോക്കിക്കേ, അപ്പോൾ നമുക്ക് അറിയാം 10 + 2 12 കിട്ടി. അതിന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താ? അവർക്ക് ഇഷ്യൂ എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന്, ഒരു 5,000 അല്ലേ. നമുക്കറിയാം ഒരു ഷെയറിന് എത്ര വെച്ച് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 5,000 ഷെയർസ്, 5,000 രൂപയാണ് ഇവർക്ക് ചിലവായിട്ടുള്ളത്. മൊത്തം എത്ര ഷെയർസ് ഉണ്ട്? 10,000. 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി അവർക്ക് 5,000 രൂപ ചിലവായിട്ടുണ്ട് എങ്കിൽ ഒരു ഷെയറിന് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 5,000 ഡിവൈഡ് ബൈ 10,000 ചെയ്താൽ പോരെ. അപ്പം നമുക്ക് എത്ര കിട്ടി? 0.50 കിട്ടി. അപ്പോൾ 0.50 ഒരു ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി അവർക്കുണ്ടായിട്ടുള്ള ചിലവ്. അപ്പം നമ്മൾ നമ്മുടെ നെറ്റ് പ്രൊസീഡ്സിൻ്റെ കൂടെ നമുക്കുണ്ടായ ചിലവ് കുറയ്ക്കണം. അപ്പോൾ 10 + 2 12. അതിൽ നിന്ന് 0.50 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 11.50 പെർ ഷെയർ കിട്ടി. ഇത്രയും ക്ലിയർ ആണോ? എന്തോ നമ്മൾ ചെയ്തത്? നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് അതിനകത്ത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്ക് അറിയത്തില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്യൂ പ്രൈസും അതേപോലെ തന്നെ പ്രീമിയത്തിൻ്റെ തുകയും അതേപോലെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഇവർക്ക് ചിലവായിട്ടുള്ള ഒരു എക്സ്പെൻസ് എത്ര എക്സ്പെൻസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഷെയറിന് എത്ര ചിലവുണ്ടായോ അത് നമ്മൾ കുറച്ച് കാണിക്കണം. അപ്പോൾ 10+2 - 0.50 എത്ര കിട്ടി, 11.50 കിട്ടി. ഇനി നോക്കിക്കേ, ഇനി നമുക്കിപ്പോൾ എന്തൊക്കെ അറിയാം, ഡിവിഡൻഡ് നമ്മൾ കണ്ടുപിടിച്ചു, നെറ്റ് പ്രോസീഡ്സ് കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണരുതോ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്, D1 / NB, അതായത് ഡിവിഡൻഡ് / നെറ്റ് പ്രോസീഡ്സ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് 1.8 പെർ ഷെയർ ആണ്. ആൻഡ് ഇനി നമ്മുടെ നെറ്റ് പ്രോസീഡ്സ് എന്ന് പറയുന്നത് 11.50 ആണ്. അങ്ങനെയെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് 1.8 / 11.50 എത്ര കിട്ടി, 15.65%. ഇനി നോക്കിക്കേ, ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എന്താണ് 21 രൂപയാണ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കിക്കേ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൈസ്. അപ്പം നോക്കിക്കേ, ഡിവിഡൻഡ് / മാർക്കറ്റ് പ്രൈസ്, ഡിവിഡൻഡ് എത്ര തന്നെയാണ്, 1.8 തന്നെയാണ്. 1.8 / 21 എത്ര കിട്ടുന്നു, 8.57%. എളുപ്പമല്ലേ, സിമ്പിൾ അല്ലേ? സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ ആ ഒരു ഇക്വേഷൻ പഠിക്കുന്ന ആ ഒരു പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നെറ്റ് പ്രൊസീഡ്സ് കാണാൻ എന്ത് ചെയ്തു അത് മാത്രമേ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ, ഇഷ്യൂ എക്സ്പെൻസസ് വന്നത് മാത്രമേ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഈ ഇഷ്യൂ എക്സ്പെൻസസ് പെർ ഷെയർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്ര ഷെയർ ഇല്ലെങ്കിൽ ഇത്ര എക്സ്പെൻസ് ഉണ്ടായി എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഷെയറിന് നമുക്ക് എത്ര ചിലവുണ്ടായി അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലവുണ്ടായത് ആ ചിലവിൻ്റെ തുക / എത്ര ഷെയർസ് ആണോ ഉള്ളത് അതിൻ്റെ എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. സോ നോക്കിക്കേ, രണ്ടാമത്തെ മെത്തേഡാണ് ഡിവിഡൻഡ് പ്രൈസ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് അല്ലേ. ആ ഒരു പേര് പോലെ തന്നെ ഇവിടെ ഡിവിഡൻഡ് പ്രൈസിനോട് കൂടി നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നോക്കി, ഇത് ഡിവിഡൻഡ് പ്രൈസ് മോഡലിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ്. ഇവിടെ നമ്മൾ ഡിവിഡൻറ്റും അതേപോലെ തന്നെ ഡിവിഡൻറ്റിലുള്ള ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ എക്സ്പെക്റ്റഡ് ഡിവിഡൻറ്റിൻ്റെയും അതേപോലെ തന്നെ ഡിവിഡൻറ്റിലുള്ള ഗ്രോത്തിൻ്റെയും പ്രസൻറ്റ് വാല്യൂവിൻ്റെ ബേസിസിലായിരിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഇക്വേഷൻ നോക്കിക്കേ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ D1 / MB or NB തന്നെയാണ് അല്ലേ. ഇനി ഇതിൻ്റെ കൂടെ ആരും കൂടി വരും, ഗ്രോത്ത് കൂടി വരും. അപ്പോൾ പ്ലസ് G, മനസ്സിലായോ? നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെ, അത് നമ്മൾ ആദ്യം പഠിച്ച, അതായത് ഡിവിഡൻഡ് പ്രൈസ് മെത്തേഡിൽ പഠിച്ച അതേ ഇക്വേഷൻ തന്നെ D1 / MB or NP പ്ലസ് ഒരാളോട് ഇവിടെ വരും, കാരണം പ്ലസ് ഗ്രോത്ത് മെത്തേഡാണ് അല്ലേ. പ്ലസ് G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിവിഡൻഡിലുള്ള ഗ്രോത്ത് റേറ്റ് ആണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും 6%, 10% അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ഇനി നോക്കിക്കേ, മാർക്കറ്റ് പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, മാർക്കറ്റ് പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് D1 / കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മൈനസ് ഗ്രോത്ത്, എന്തുവാണ്, ഡിവിഡൻഡ് / കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മൈനസ് ഗ്രോത്ത്. ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് തന്നിട്ടില്ല, അതായത് D1 തന്നിട്ടില്ല എങ്കിൽ നമുക്ക് പകരം കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ അല്ലെങ്കിൽ ഇനിഷ്യൽ ഇയറിലെ ഡിവിഡൻഡ് ആണ് തന്നേക്കുന്നതെന്ന് വിചാരിക്കുക. അതാണ് D0. എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു നേരത്തെയുള്ള ഡിവിഡൻറ്റ് ആണ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ഡിവിഡൻറ്റ് ആണ് D0 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് ഡിവിഡൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡിവിഡൻറ്റ് കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്താണ്, D0 × 1 + ഗ്രോത്ത് റേറ്റ്, എന്തുവാണ്, അത് നേരത്തെയുള്ള ഡിവിഡൻറ്റ് × 1 + G. ഇപ്പം തന്നെ പഠിച്ചു പോവുക. D0 എന്ന് വെച്ചാൽ എന്താണ്, നേരത്തെയുള്ള ഡിവിഡൻറ്റ് ആണ്, അത് × 1 + G. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ്പെക്റ്റഡ് ഡിവിഡൻറ്റ് കിട്ടും. ഈ ഒരു മോഡലിനെ നമ്മൾ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്നും പറയുന്നു. അതായത് ഡിവിഡൻഡ് പ്രൈസ് പ്ലസ് ഗ്രോത്ത് മെത്തേഡിനെ നമ്മൾ എന്തെന്നും പറയുന്നു, ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്നും പറയുന്നു. അപ്പോൾ നോക്കിയ ഒരു ക്വസ്റ്റ്യന്, ആൻ ഇക്വിറ്റി ഷെയർ ഓഫ് എ കമ്പനി ഈസ് കറൻ്റ്ലി സെല്ലിംഗ് ഫോർ 50 rupees. അതായത് ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഇപ്പം നിലവിൽ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, 50 രൂപയ്ക്കാണ് എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് തന്നേക്കാണ്, ഇപ്പോൾ വിൽക്കുന്നത് 50 രൂപയ്ക്കാന്ന് പറയുമ്പോൾ ഇതെന്താണ്, മാർക്കറ്റ് പ്രൈസ് ആണ് അല്ലേ. അതുപോലെ നോക്കിയേ, ദ കമ്പനി ഹാഡ് പെയ്ഡ് ഡിവിഡൻഡ് ഓഫ് 6 per shares അറ്റ് ദ എൻഡ് ഓഫ് ദ ലാസ്റ്റ് ഇയർ. എന്തോ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, അറ്റ് ദ എൻഡ് ഓഫ് ദ ലാസ്റ്റ് ഇയർ, അതായത് കഴിഞ്ഞ വർഷത്തെ അവസാനം ഇവർ കൊടുത്ത ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു ഷെയറിന് 6 രൂപ വെച്ചിട്ടാണ് എന്ന്. നമുക്ക് വേണ്ടത് എന്ത് ഡിവിഡൻറ്റാ, എക്സ്പെക്റ്റഡ് ഡിവിഡൻറ്റാ. ഇവർ തന്നിരിക്കുന്ന എന്തുവാ,
കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പോൾ ഇതെന്താണ് D0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? D1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. D1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നല്ലോ. D1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? D0 × 1 + G. D0 ഇപ്പോൾ എത്രയാണ് നമുക്കറിയാം? 6 ആണ് അല്ലേ. 6 രൂപ വെച്ചിട്ടാണ് ഇവർ ഒരു ഷെയറിന് ഡിവിഡൻഡ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം ഇക്വേഷനിൽ? 1 + G ഇല്ലേ, ഗ്രോത്ത് കൂടി കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? D1 കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കിക്കേ, അറ്റ് ദ എൻഡ് ഓഫ് ദ ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് പെർ ഷെയർ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഗ്രോത്ത് അറ്റ് ദ റേറ്റ് ഓഫ് 8% പെർ ആനം. നോക്കിക്കേ, ഇവർ ഒരു ഗ്രോത്ത് റേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 8% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് എന്തും അറിയാം, ജിയും നമുക്കറിയാം അല്ലേ. ജി എന്ന് പറയുന്നത് എത്രയാണ്? 8%. അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പോൾ നോക്കിക്കേ, നമുക്കറിയാം ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ്. എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. D0 × 1 + G ആണ്. D0 എന്ന് പറയുന്നത് നമ്മളോട് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. D0 എന്ന് പറയുന്നത് 6 ആണ് എന്ന്. ആൻഡ് ജിയും നമുക്കറിയാം. ജി നമ്മളോട് പറയുന്നുണ്ട് 8% എന്ന്. സോ 8% തരുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം 8/100 ചെയ്യണം അല്ലേ. 8/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.08 കിട്ടും അല്ലേ. 0.08 കിട്ടും. സോ നോക്കി, നമ്മൾ ഇക്വേഷനിലേക്ക് വാല്യൂ ഇട്ട് കൊടുക്കുന്നു. D0 എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ 6 × 1 + 1 ഓൾറെഡി ഇക്വേഷൻ ഉള്ളതാണ്. 1 + ജിയുടെ സ്ഥാനത്ത് ആരെ ഇട്ട് കൊടുക്കുക? 0.08 ഇട്ട് കൊടുക്കുക. 0.08 എങ്ങനെ കിട്ടിയേ? അതായത് 8% ആണ്. സോ ആ പെർസെൻറ്റേജിന് നമ്മൾ ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. 8/100 ചെയ്തപ്പോൾ 0.08 കിട്ടി. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6.48 കിട്ടി. ഇതാണ് നമ്മുടെ ഡിവിഡൻഡ്. ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണരുതോ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? D1 / MP or NP + ഗ്രോത്ത് അല്ലേ. D1 നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. എത്രയാണ്? 6.48. മാർക്കറ്റ് പ്രൈസ് ഓൾറെഡി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എത്രയാണ് മാർക്കറ്റ് പ്രൈസ്? എത്രയാണെന്ന് നോക്കിക്കേ. എത്ര രൂപയ്ക്കാണ് ഇവർ വിറ്റത്? 50 രൂപയ്ക്ക് അല്ലേ. 50 രൂപ മാർക്കറ്റ് പ്രൈസ് നമുക്ക് തരുന്നുണ്ടല്ലോ. സോ നോക്കിക്കേ, /50 + 8%. ഗ്രോത്ത് എന്ന് പറയുന്നത് 8% അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇതിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. D1 / MP × 100 ചെയ്യുക. അതായത് ഇതിനെ പെർസെൻറ്റേജിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ D1 / MP × 100 ചെയ്യുക. അത് പ്ലസ് എത്ര പെർസെൻറ്റേജ് ആണ് ഗ്രോത്ത് എന്ന് വെച്ചാൽ ആ ഗ്രോത്ത് പെർസെൻറ്റേജ് കൂടി നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, 6.48 അല്ലേ. അത് /50 എത്ര കിട്ടി? 0.1296 കിട്ടി. അത് ഇൻറ്റു എന്ത് ചെയ്യണം? 100 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 12.96% എന്ന് കിട്ടി. സോ നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ നമ്മുടെ ഡിവിഡൻഡ് പ്രൈസ് മെത്തേഡിലുള്ള അതേ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കുള്ള കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കിട്ടി. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് അല്ലേ. ഇതിലൂടെ നമ്മൾ എന്തുകൂടി ആഡ് ചെയ്യണം? ഇവിടെ 8% കൂടി ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 8 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 20.96 കിട്ടി. 20.96%. ക്ലിയർ ആണോ? നിങ്ങൾ വിട്ടുപോകാനുള്ള സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ × 100 ചെയ്യാൻ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഓർക്കുക, D1 + MP × 100 + G. നോക്കിക്കേ, നെക്സ്റ്റ് ഒരു മെത്തേഡാണ് ഏണിങ്സ് പ്രൈസ് മെത്തേഡ്. ഏത് മെത്തേഡാണ്? ഏണിങ്സ് പ്രൈസ് മെത്തേഡ്. നോക്കി, ദ കീ ലിമിറ്റേഷൻ ഓഫ് ബോത്ത് ദ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ ഈസ് ദാറ്റ് ബോത്ത് ഓഫ് ദം ഡു നോട്ട് കൺസിഡർ റിട്ടേൺഡ് ഏർണിങ്സ് വിച്ച് ഇസ് എ പാർട്ട് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? റിട്ടേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ പഠിച്ച രണ്ട് മെത്തേഡിൽ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല? ഈ പറഞ്ഞിട്ടുള്ള റിട്ടേൺഡ് ഏർണിങ്സ് അല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ കൺസിഡർ ചെയ്യുന്നില്ല. To overcome this issue, earnings price method അല്ലെങ്കിൽ earnings price approach was developed and it considers earnings per share instead of dividend as the former includes both the dividend and the retained earnings. ഓക്കെ, ഇവിടെ ഏർണിങ്സ് പ്രൈസ് മെത്തേഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു? ഡിവിഡൻറ്റിന് പകരം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആരെയാണ്? ഏർണിങ്സ് പെർ ഷെയറിനെയാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഇക്വേഷൻ നോക്കിക്കേ, ഡിവിഡൻറ്റിൻ്റെ സ്ഥാനത്ത് ആര് വരും? ഏർണിങ്സ് പെർ ഷെയർ വരും. നമ്മൾ പഠിച്ചത് D1 / MP or NP എന്നായിരുന്നു അല്ലേ. അപ്പോൾ ആ ഡിവിഡൻറ്റിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആര് റീപ്ലേസ് ചെയ്യും? EPS, ഏർണിങ്സ് പെർ ഷെയർ റീപ്ലേസ് ചെയ്യും. സോ ഒരു പ്രോബ്ലം നോക്കിക്കേ, കമ്പനി പ്ലാൻ ടു ഇൻക്വയർ ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് 18 lakhs. അപ്പോൾ എക്സ്പെൻഡിച്ചർ പ്ലാൻ ചെയ്യുന്നത് എത്രയാണ്? 80 ലക്ഷമാണ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് മറ്റ് ഡേറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് 20 lakhs ആണ്. അപ്പോൾ 20 ലക്ഷം എന്താണ് ഷെയർസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. നെറ്റ് ഏണിങ്സ് എന്ന് പറയുന്നത് 1,60,00,000 ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സിസ്റ്റ് ഷെയർസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 40 രൂപയാണ്. അപ്പോൾ മാർക്കറ്റ് വാല്യൂ നമുക്കറിയാം, അതായത് മാർക്കറ്റ് പ്രൈസ് 40 നമുക്കറിയാം.
അങ്ങനെയെങ്കിൽ നമ്മളോട് പറയുന്നത് കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ KE കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ആൻഡ് ഓൾസോ കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസ്യൂമിങ് ദാറ്റ് ദ ന്യൂ ഇഷ്യൂ വിൽ ബി അറ്റ് 55 per share ആൻഡ് ദ ഫ്ലോട്ടേഷൻ കോസ്റ്റ് വുഡ് ബി 5. അപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇത് നമ്മൾ പുതുതായിട്ട് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള നമുക്ക് ഇക്വേഷൻ അറിയാം, EPS ഡിവൈഡഡ് ബൈ MP ഓർ NP അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് മാർക്കറ്റ് പ്രൈസ് നമുക്ക് അറിയാം. ഇനി നമുക്ക് എന്താ വേണ്ടത്? EPS കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. EPS കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഏണിങ്സ് പെർ ഷെയർ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നെറ്റ് ഏണിങ്സ് തന്നിട്ടുണ്ട്. നെറ്റ് ഏണിങ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ പോരെ. മൊത്തം ഇത്ര ഏണിങ്സ്, അങ്ങനെയെങ്കിൽ ഒരു ഷെയറിന് എത്രയാണ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നോക്കിക്കേ, EPS ഈക്വൽ 1 lakh. എത്രയാണ് നെറ്റ് ഏണിങ്സ്? 1 crore 60 lakhs. 1,60,00,000 ഡിവൈഡ് ബൈ എത്ര ഷെയർസ് ആണുള്ളത്? 20 ലക്ഷം അല്ലേ. 20 ലക്ഷം ഷെയർസ് ആണുള്ളത്. സോ ഡിവൈഡ് ബൈ 20 ലക്ഷം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8 per share അല്ലേ. നോക്കിയേ, 1,60,00,000 അല്ലേ ഡിവൈഡ് ബൈ 20 എത്ര ഇടുന്നു? 8 കിട്ടുന്നുണ്ട് അല്ലേ. 8 per share. അപ്പോൾ ഒരു ഷെയറിന് നമ്മുടെ ഏണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് വാല്യൂ ഇട്ട് കൊടുക്കല്ലോ. ഇക്വേഷൻ എന്ന് പറയുന്നത് KE EPS ഡിവൈഡ് ബൈ MP ആണ്. EPS നമുക്കറിയാം 8. അങ്ങനെയെങ്കിൽ ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 40. 8/40 ചെയ്താൽ പോരെ. അപ്പോൾ ഓക്കെ, 8 ഡിവൈഡ് ബൈ 40 എത്ര കിട്ടി? 0.2 കിട്ടി. നമുക്കറിയാം ഇക്വേഷൻ എന്ത് ചെയ്യണം? ഇക്വേഷൻ പറഞ്ഞില്ല പോലും എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? into 100 ചെയ്യണം. പെർസെൻറ്റിൽ. സോ നോക്കിക്കേ, അടുത്ത ബി പാർട്ട് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടല്ലേ. ഓൾസോ കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസ്യൂമിങ് ദാറ്റ് ദ ന്യൂ ഇഷ്യൂ വിൽ ബി അറ്റ് ₹55 per share ആൻഡ് ദ ഫ്ലോട്ടേഷൻ കോസ്റ്റ് വുഡ് ബി 5. അങ്ങനെ ന്യൂ ഇഷ്യൂ ആണ് എങ്കിൽ നമുക്കറിയാം അതിവിടെ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? NP ആണ് അല്ലേ. NP. അപ്പോൾ NP എന്ന് പറയുന്നത് 55 ആണ്. ആൻഡ് ദർ ഇസ് എ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓൾസോ അല്ലേ. സോ ഫ്ലോട്ടേഷൻ കോസ്റ്റ് വുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ നെറ്റ് പ്രോസീഡ്സ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ കുറച്ച് കാണിക്കണം. 55 - 5 എത്ര കിട്ടും? 50 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നോക്കിക്കേ, KE ഈക്വൽ എത്രയായിരുന്നു നമ്മുടെ ഏണിങ്സ് പെർ ഷെയർ? 8 രൂപയാണ്. അപ്പോൾ 8 ഡിവൈഡ് ബൈ 55 - 5. അപ്പോൾ അതായത് 8 ഡിവൈഡ് ബൈ 50 അല്ലേ. 8 ഡിവൈഡ് ബൈ 50. 8 ഡിവൈഡ് ബൈ 50 എത്ര കിട്ടുന്നു? 0.16 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 16%. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? നോക്കിക്കേ, ഇനി നമ്മൾ 4th മെത്തേഡിലോട്ട് പോവാണ്, റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. നോക്കിക്കേ, ഇവിടെ നമ്മൾ എക്സ്പെക്റ്റഡ് ഫിഗേഴ്സ് ആയിരിക്കത്തില്ല കാണാൻ. നോക്കി, അണ്ടർ ദിസ് മെത്തേഡ് പാസ്റ്റ് ഡിവിഡൻഡ് ആൻഡ് പാസ്റ്റ് ഏർണിങ്സ് പെർ ഷെയർ ആർ കൺസിഡേർഡ് ഇൻസ്റ്റെഡ് ഓഫ് എക്സ്പെക്റ്റഡ് ഫിഗേഴ്സ്. എക്സ്പെക്റ്റഡ് ഫിഗേഴ്സിന് പകരം നമ്മളിവിടെ എന്താണ് എടുക്കേണ്ടത്? പാസ്റ്റ് ഡിവിഡൻറ്റും അതേപോലെ തന്നെ പാസ്റ്റ് ഏർണിങ്സ് പെർ ഷെയറും ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. The average of past dividend or earnings is taken as the numerator and the market price is taken as the denominator. ഇവിടെ നമ്മൾ പാസ്റ്റ് ഡിവിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയറിൻ്റെ ആവറേജ് ആയിരിക്കും നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുന്നത്. ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നത് എന്തായിരിക്കും? മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും അല്ലേ. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ പാസ്റ്റ് ബിഹേവിയർ ഓഫ് ഡിവിഡൻറ്റ് ഓർ EPS വിൽ ബി റിപ്പീറ്റഡ്. അതായത് കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നോ അതനുസരിച്ചായിരിക്കും മുന്നോട്ടും ഡിവിഡൻറ്റും EPSും ഒക്കെ എന്നുള്ള ആ ഒരു അസംഷൻസോടുകൂടിയായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പാസ്റ്റ് ഏർണിങ്സ് പെർ ഷെയറും അതേപോലെ തന്നെ പാസ്റ്റ് ഡിവിഡൻറ്റിൻ്റെയും ആവറേജ് ആയിരിക്കും ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് തന്നെ ആയിരിക്കും ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മെത്തേഡ്സ് ഒന്നും നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ഒന്നും തന്നെ നമുക്ക് സിലബസിൽ ചെയ്യാനായിട്ടില്ല. ഇനി നോക്കി, നെക്സ്റ്റ് ഒരു മെത്തേഡാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. അപ്പോൾ ഇതാണ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സയൻറ്റിഫിക് ആൻഡ് പോപ്പുലർ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ അഥവാ CAPM എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 മാർക്സിനൊക്കെ CAPM എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലാണ്. അപ്പോൾ നോക്കിക്കേ, അക്കോർഡിംഗ് ടു CAPM, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ എക്സ്പോസ്ഡ് ടു ഓൺലി വൺ സെറ്റ് ഓഫ് റിസ്ക് കോൾഡ് സിസ്റ്റമാറ്റിക് റിസ്ക്. അപ്പോൾ ഈ ഒരു CAPMന് കീഴിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ത് റിസ്ക് മാത്രമേ അവർക്കുള്ളൂ? സിസ്റ്റമാറ്റിക് റിസ്കേ ഉള്ളൂ. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് വെച്ചാൽ എന്താണ്? അൺകൺട്രോളബിൾ റിസ്ക് ആണ്. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് റിസ്കുകളാണ് അവർക്കുള്ളത്. ഇറ്റ് ഡസൻറ്റ് കൺസിഡർ ദ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആസ് ഇറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ് ത്രൂ ദ ഡൈവേഴ്സിഫിക്കേഷൻ പ്രോസസ്.
അതായത് നമുക്കറിയാം ഡൈവേഴ്സിഫിക്കേഷൻ എന്താണെന്ന് അറിയാം അല്ലേ, പല പല കമ്പനീസിൻ്റെ സ്റ്റോക്കുകളിലും ഷെയർസിലുമായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് വഴി നമുക്ക് റിസ്ക് നമുക്ക് കുറയ്ക്കാനായിട്ടൊക്കെ സാധിക്കും. പക്ഷേ ഈ അൺസിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് എന്താണ് നോക്കിക്കേ, ഇറ്റ് ഡസൻ കൺസിഡർ ദ അൺസിസ്റ്റമാറ്റിക് റിസ്ക് as it can be eliminated through the diversification process. ഈ ഒരു മെത്തേഡ് പ്രകാരം ഡൈവേഴ്സിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് ഈ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ത് ചെയ്യാനായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല, അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല ഈ ഒരു മെത്തേഡിൽ. അപ്പം നോക്കിക്കേ, അക്കോർഡിംഗ് ടു CAPM ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഹാസ് 2 കമ്പോണൻസ്. ഈ ഒരു CAPM പ്രകാരം കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്ക് 2 കമ്പോണൻസ് ആണുള്ളത്, റിവാർഡ് ഫോർ വെയിറ്റിംഗ് ആൻഡ് റിവാർഡ് ഫോർ ടേക്കിംഗ് ദ സിസ്റ്റമാറ്റിക് റിസ്ക് ഓർ റിസ്ക് പ്രീമിയം. അതായത് വെയിറ്റ് ചെയ്യുന്നതിനുള്ള റിവാർഡ് അല്ല, റിവാർഡ് ഫോർ വെയിറ്റിംഗ് അത് RF ആൻഡ് റിവാർഡ് ഫോർ ടേക്കിംഗ് ദ സിസ്റ്റമാറ്റിക് റിസ്ക് എടുക്കുന്ന അല്ലെങ്കിൽ റിസ്ക് പ്രീമിയം ഏറ്റെടുക്കുന്നുള്ള റിസ്ക്. അപ്പോൾ നോക്കിക്കേ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞ് നോക്കിക്കേ, RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. ഇവിടെ നോക്കിക്കേ, ബീറ്റ വന്നത് ബീറ്റ എന്തിനാണ് സൂചിപ്പിക്കുന്നത് നോക്കിക്കേ, സിസ്റ്റമാറ്റിക് റിസ്കിനെയാണ് ബീറ്റ സൂചിപ്പിക്കുന്നത്. അതായത് ഈ ബീറ്റ കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും, റിസ്ക്കും കൂടും അല്ലേ. അപ്പോൾ നോക്കിയേ, RF എന്ന് പറയുന്നത് എന്താണ്, റിസ്ക് ഫ്രീ റേറ്റ് ആണ്. RF എന്താണ്, റിസ്ക് ഫ്രീ റേറ്റ്. ആൻഡ് RM എന്താണ്, റിട്ടേൺ ഓഫ് ദ മാർക്കറ്റ് ഇൻഡെക്സ്. ഇപ്പൊ തന്നെ പഠിച്ചു പോയിക്കേ, RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ നോക്കിക്കേ, കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് ABC ലിമിറ്റഡ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ABC ലിമിറ്റഡിൻ്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കാണാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ബീറ്റ ഫാക്ടർ 1.5 ആണ്, റിസ്ക് ഫ്രീ റേറ്റ് 8% ആണ്, റിട്ടേൺ ഓഫ് മാർക്കറ്റ് പോർട്ട്ഫോളിയോ 12% ആണ്. അപ്പോൾ നോക്കി, ഇവിടെ ബീറ്റ തന്നിട്ടുണ്ട്, RF തന്നിട്ടുണ്ട്, RM തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിക്കേ, സൊല്യൂഷനിലേക്ക് നോക്കിയാൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈക്വൽ RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF അല്ലേ. RF എത്രയാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 8% ആണ് അല്ലേ. അപ്പോൾ 8% പ്ലസ് ബീറ്റ എത്രയാണ്, 1.5 ആണ്. 1.5 ഇൻറ്റു RM എത്രയാണ്, 12% ആണ്. ഇപ്പോൾ 12% മൈനസ് 8%. അപ്പോൾ നോക്കിക്കേ, 12 മൈനസ് 8 എത്രയാണ്, 12 മൈനസ് 8. അപ്പോൾ ആദ്യം നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ളത് സോൾവ് ചെയ്യണം അല്ലേ. 12 മൈനസ് 8 എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ് അല്ലേ. 4 ഇൻറ്റു 1.5 എത്ര കിട്ടുന്നു, 6 കിട്ടുന്നു അല്ലേ. 6 പ്ലസ് ഇനി ഏതാണുള്ളത്, 8%. 8 എത്ര കിട്ടുന്നു, 14%. ഡൗട്ട് ഒന്നുമില്ലല്ലോ, കാരണം ആ ഒരു വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ.